നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി നായകനായ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ നിർമ്മാതാക്കൾ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പലപ്പോഴും പല സിനിമകളുമായി ബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്, പ്രതിഷേധങ്ങൾ വരാറുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു പക്ഷേ കേരളം ചർച്ച ചെയ്തത് ലൂസിഫർ സിനിമയിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെ തന്നെയാണ്. അത് പിന്നീട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് വീണ്ടും റിലീസിന് എത്തുകയായിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു സിനിമയും ഇത്തരത്തിൽ പ്രശ്നത്തിലായിരിക്കുകയാണ്. സമയബന്ധിതമായി സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോസ്മോ എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജി ജസ്റ്റിസ് N നഗരേഷ് ഇന്ന് പരിഗണിക്കും. സെൻസർ ബോർഡിനെതിരെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയറക്കാർ നൽകിയ ഹർജിയിലെ ഹൈക്കോടതി നിരീക്ഷണം ഏറെ നിർണായകമാകും. ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ച കാരണം സെൻസർ ബോർഡ് വ്യക്തമാക്കണം. JSK അഥവാ ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മലയാള സിനിമയുടെ പ്രദർശന അനുമതിക്ക് കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ജസ്റ്റിസ് N നഗരേഷ് ആണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം നാളെ മുംബൈയിൽ ചേരുന്ന റിവ്യൂ കമ്മിറ്റി ചിത്രം വീണ്ടും കാണും. റിവ്യൂ കമ്മിറ്റി ചിത്രത്തിന് അനുമതി നൽകുമെന്നാണ് അണിയറക്കാരുടെ നിലപാട്. സീതാദേവിയുടെ പര്യായമാണ് ജാനകി എന്ന പേര്, അതുകൊണ്ടാണ് അനുമതി നൽകാത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് കേന്ദ്ര ഏജൻസി അനുമതി നിഷേധിച്ചത് ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രം കോസ്മോസ് എന്റർടൈൻമെന്റ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രവീൺ നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജൂൺ 12-നാണ് ചിത്രം ഈ സിനിമ പ്രമാൺ പോർട്ടൽ വഴി സർട്ടിഫിക്കേഷനായി സമർപ്പിച്ചത്. സിനിമയുടെ സെൻസർ പ്രദർശനം ജൂൺ 18-ന് പൂർത്തിയായിരുന്നു. എന്നാൽ സിനിമയുടെ പേരിലെ ജാനകി ഹിന്ദു ദേവതയായ സീതയെ പരാമർശിക്കുന്നുവെന്നും അത് മാറ്റണമെന്ന് കാണിച്ച് പ്രദർശന അനുമതി തടഞ്ഞു. ഇത് രേഖാമൂലം അണിയറ പ്രവർത്തകരെ സെൻസർ ബോർഡ് അറിയിച്ചിട്ടില്ല. സിനിമയുടെ ട്രെയിലറിനെ CBFC നേരത്തെ തടസ്സങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാത്ത അനുമതി നൽകിയിരുന്നു. എന്നാൽ സിനിമയുടെ സെൻസറിൽ നിലപാട് മാറ്റി. ഈ സിനിമയെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നതിൽ കേന്ദ്ര BJP നേതൃത്വവും അമർഷത്തിലാണ്. സെൻസർ ബോർഡിലെ BJP നോമിനികളെ ബന്ധപ്പെട്ടവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് അഭിനയിക്കാൻ എത്തിയത്. അത്തരത്തിലൊരു സിനിമയാണ് സെൻസർ ബോർഡ് സാങ്കേതികത്വത്തിൽ പെടുത്തിയത്. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് കാണിച്ചാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ചിത്രം പുറത്തിറക്കാൻ അനുവദിക്കാത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാരൻ വാദിച്ചു. ജൂൺ 27-നാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത്. സിനിമയുടെ പരസ്യത്തിനും വിതരണത്തിനുമായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരുന്നതായും സിനിമ യഥാസമയം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും നിർമ്മാതാവ് ഹർജിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ ഓഫീസിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപി അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് മന്ത്രി അമിത്ഷാ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട്. അതിനിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് സെൻസർ ബോർഡ് നടത്തിയിട്ടുള്ളതെന്നും സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കുത്തിക്കയറ്റി ഇല്ലാത്ത വിഷയങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനാണ് സെൻസർ ബോർഡ് ശ്രമമെന്നും DYFI ആരോപിച്ചു. സെൻസർ ബോർഡ് നടപടി ഫാസിസമാണെന്ന് സന്ദീപ് വാര്യരും ആരോപിച്ചു. സുരേഷ് ഗോപിയുടെ സിനിമയുടെ അനുഭവം ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. ജാനകി എന്ന പേര് ഒരു സിനിമയിൽ ഉപയോഗിച്ചുകൂടാ എന്ന സംഘപരിവാർ തിട്ടൂരത്തിന്റെ ഇരയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെന്നും അദ്ദേഹം പറഞ്ഞു. ജാനകി എന്ന പേര് കഥാപാത്രത്തിന് ഉപയോഗിക്കുന്ന മറ്റു ചില ചിത്രങ്ങൾക്കും സമാനമായ വിലക്ക് RSSകാരെ കുത്തിനിറച്ച് സെൻസർ ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ജാനകി എന്നത് സീതാദേവിയുടെ പേരായതിനാൽ മാറ്റണമെന്നാണ് ആവശ്യം. മുംബൈയിലെ റീജിയണൽ ഓഫീസാണ് അനുമതി നിഷേധിച്ചത്. ജൂൺ 27-നാണ് റിലീസ് ചെയ്യുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. വക്കീലിന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി ചിത്രത്തിലെത്തുന്നത്. അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിവാദത്തിൽ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജൂൺ 18-ന് സെൻസർ കമ്മിറ്റി ചിത്രം കണ്ടു. 30+ UA കാറ്റഗറിയിൽ കാണിക്കാൻ എലിജിബിൾ ആണെന്ന് അറിയിച്ചു. അതിനാൽ ജൂൺ 71
നേരത്തെ തന്നെ റിലീസ് തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. റിവ്യൂ കമ്മിറ്റി വ്യാഴാഴ്ച ചിത്രം ഒരിക്കൽ കൂടി കാണും, അതിനുശേഷം അന്തിമ തീരുമാനം എന്ന് അറിയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. റിവ്യൂ കമ്മിറ്റി ചിത്രം കണ്ടതിന് ശേഷം ഈ പേര് തന്നെ തുടരാൻ അനുവദിക്കണമെന്നാണ് അഭ്യർത്ഥന. സിനിമയിലെ ലീഡ് തന്നെ ജാനകിയാണ്. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അനുകൂല നിലപാടാണ്. നിലവിൽ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. JSKക്ക് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്കെ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. സിനിമാ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് ഇടപെട്ടെന്നാണ് പറഞ്ഞതെന്നും എന്നിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണ തൃപ്തിയായ പടമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിൽ 96 ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ മാറ്റാനാകുമോ എന്നും ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. വിഷയത്തിൽ ഫെഫ്കെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. വളരെ ഗുരുതരമായ പ്രശ്നം ആണിതെന്നും സംവിധായകരോട് നിയമപരമായി മുന്നേറാൻ പറഞ്ഞിട്ടുണ്ടെന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു.